വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പൊ UP പരീക്ഷ കഴിഞ്ഞു, എല്ലാവരും ഇനി എന്ത് പഠിക്കും എന്നൊക്കെ കൺഫ്യൂഷനിലായിരിക്കും. അപ്പൊ കുറെ പേരൊക്കെ എന്ത് ചെയ്യും, നോർമൽ PSC എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. കുറെ പേര് ടീച്ചേഴ്സ് എക്സാം മാത്രമേ എഴുതുന്നുള്ളൂ എന്ന ആ ഒരു കടുത്ത നിലപാടിൽ തന്നെ ആയിരിക്കും അല്ലെ. നമ്മൾ B.Ed പഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ടീച്ചേഴ്സ് എക്സാം തന്നെയായിരിക്കും നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത HST വരാറായിട്ടുണ്ട് അല്ലെ. വരാറായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ മുതലേ പഠിച്ചു തുടങ്ങണം അല്ലെ. ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പഠിച്ചു തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല, ഇപ്പൊ മുതലേ പഠിച്ചു തുടങ്ങണം. കാരണം നമ്മുടെ PSC പാറ്റേൺ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കും എക്സാം എന്ന് തന്നെ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു കരുതലോട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലെ HST സോഷ്യൽ സയൻസിനെ കുറിച്ച്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു എക്സാം, അതിന്റെ ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് വന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ 2021 HST സോഷ്യൽ സയൻസ് HSC മാറി ഇപ്പൊ HST ആയിട്ടുണ്ട് അല്ലെ. ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, അപ്പൊ കുറച്ച് ടഫ് ആയിരുന്നു എക്സാം എന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം HST സോഷ്യൽ സയൻസിന്റെ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ തിരുവനന്തപുരം ജില്ലയില് ഇപ്പോ കട്ട് ഓഫ് പറയുവാണെങ്കിൽ എത്രയാണ് കട്ട് ഓഫ്? തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് 39.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. അപ്പോ അവിടെ എത്ര അപ്പോയിന്റ്മെന്റ് നടന്നു ഇതുവരെ? എത്രയാണ്? 16 അപ്പോയിന്റ്മെന്റ്സ് നടന്നു. ഓക്കെ, എത്രയാണ്? 16 എണ്ണം നടന്നു. അതുപോലെ തന്നെ അടുത്ത ജില്ല ഏതാണ്? അടുത്ത ജില്ല കൊല്ലമാണ് അല്ലെ. കൊല്ലം ജില്ലയില് എത്രയായിരുന്നു കട്ട് ഓഫ്? 39.33 ആയിരുന്നു കട്ട് ഓഫ്. അവിടെ എത്ര അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നതെന്ന് ചോദിച്ചാല് 19 എണ്ണം നടന്നു. പിന്നെ അടുത്ത ജില്ല ആലപ്പുഴ ജില്ലയാണ് അല്ലെ. ആലപ്പുഴ ജില്ലയില് കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. എത്രയായിരുന്നു? 36 മാർക്കായിരുന്നു അവിടെ. എത്രയാണ് ഇത്രയും സമയത്തിനുള്ളിൽ എത്ര അപ്പോയിന്റ്മെന്റ്സ് അവിടെ നടന്നു? 20 എണ്ണം നടന്നു. ഓക്കെ, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയില് എത്രയായിരുന്നു മാർക്ക് കട്ട് ഓഫ്? 33.67 ആയിരുന്നു കട്ട് ഓഫ്. അതില് പത്തനംതിട്ട ജില്ലയിൽ എത്രയാണ് അപ്പോയിന്റ്മെന്റ്സ്? 4 എണ്ണമാണ് നടന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലാണെങ്കിൽ എത്രയായിരുന്നു കട്ട് ഓഫ്? 34.67 ആയിരുന്നു കട്ട് ഓഫ്. അതുപോലെ എത്ര അപ്പോയിന്റ്മെന്റ്സ് ആണ്? 10 അപ്പോയിന്റ്മെന്റ്സ് നടന്നു. പിന്നെന്താ എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു? 40 ആയിരുന്നു. 40 മാർക്കാണ്. നമ്മൾ ഇത്രയും നോക്കിയല്ല, ഏറ്റവും കൂടുതൽ എവിടെയാണ്? എറണാകുളം ആണ് അല്ലെ. 40 മാർക്കായിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. അവിടെ എത്ര അപ്പോയിന്റ്മെന്റ്സ് നടന്നു? 11 എണ്ണമാണ് നടന്നത്. പിന്നെ ഇടുക്കി ജില്ലയില് എത്രയാണ്? 37.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. എത്രയാണ്? 3 അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നത്. അപ്പോ പിന്നെ തൃശ്ശൂർ ജില്ലയില് എത്രയായിരുന്നു കട്ട് ഓഫ്? 41 ആണ് അല്ലെ. 41.33 വരുന്നുണ്ട്. അപ്പോ അവിടെ എത്ര അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നത്? 14 എണ്ണം നടന്നിട്ടുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു? 42.67 ആയിരുന്നു കട്ട് ഓഫ്. അവിടെ എത്ര അപ്പോയിന്റ്മെന്റ്സ് ആണ്? 34 അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എത്രയാണ്? 42 ആണ്. അവിടെ എത്ര നിയമനങ്ങളാണ്? 44 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം ആൾക്കാരെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ UPക്കാണെങ്കിലും LPക്കാണെങ്കിലും HSCക്കാണെങ്കിലും എല്ലാവരും എപ്പോഴും കൂടുതൽ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അല്ലെ. അതുകൊണ്ട് 42 മാർക്കായിരുന്നു അവിടെ കട്ട് ഓഫ് തന്നെ വന്നിരിക്കുന്നത്. അവിടെ എത്ര നിയമനങ്ങളാണ്? 44 നിയമനങ്ങൾ നടന്നു. പിന്നെ കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് വന്നത് 43 ആണ്. അവിടെ എത്ര നിയമനങ്ങൾ നടന്നു? 21 നിയമനങ്ങൾ നടന്നു. പിന്നെ വയനാട് കട്ട് ഓഫ് എത്രയാണ്? 36 ആയിരുന്നു കട്ട് ഓഫ്. അവിടെ എത്ര നിയമനങ്ങളാണ്? 8 നിയമനങ്ങൾ നടന്നു. അതുപോലെ തന്നെ കണ്ണൂർ കട്ട് ഓഫ് എത്രയായിരുന്നു? 42.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. അവിടെ എത്ര നിയമനങ്ങളാ? 23 നിയമനങ്ങൾ നടന്നു. അതുപോലെ കാസർഗോഡ് കട്ട് ഓഫ് എന്ന 43.67 ആണ് അവിടുത്തെ കട്ട് ഓഫ്. അവിടെ എത്ര നിയമനങ്ങൾ? 22 നിയമനങ്ങൾ നടന്നു. അപ്പൊ നോക്കുക, നിങ്ങൾ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് നോക്കുക. ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്രയാണ്? വളരെ കുറവാണ് അല്ലെ. 50-ൽ താഴെയാണ് ഓരോ ജില്ലയിലും HSCക്ക് വന്നിരിക്കുന്ന കട്ട് ഓഫ്. അപ്പോൾ വേക്കൻസി, അപ്പോൾ നിയമനങ്ങൾ കുറവാണ്. എന്നാലും എന്താണ്, ഒരു HSC സംബന്ധിച്ച് ഇനി നമുക്ക് ഇത് വന്നിട്ട് എത്രയാണ്? ഒരു 6 മാസമായിട്ടുള്ളൂ അല്ലെ. കാലയളവ് എത്രയാണ്? ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം
നിയമനങ്ങൾ നടക്കാൻ വേണ്ടി ആ ഒരു ടൈമുണ്ട്. പക്ഷെ എന്താണ്, നമുക്ക് അടുത്ത HSA ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ HSA എഴുതിയിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഈ ഒരു കട്ട് ഓഫിൽ കടക്കാൻ പറ്റാത്തവർ, ഓൾറെഡി അവർ പഠിച്ചു കുറെ ആയിട്ടുണ്ട് അല്ലെ, അപ്പൊ അവരെന്ത് ചെയ്യുക, നിരാശപ്പെടാതിരിക്കുക, അടുത്ത HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ, ഇത്രയും മാർക്ക് കുറവാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാം. മെയിൻ ലിസ്റ്റിൽ എവിടെയെങ്കിലും അല്ല, നല്ല റാങ്ക് വാങ്ങിച്ച്, നല്ല ഉയർന്ന റാങ്ക് വാങ്ങിച്ച് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഒരു 10 റാങ്കിനുള്ളിൽ നിൽക്കാൻ പറ്റും. ഈ ഒരു കട്ട് ഓഫ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, നമുക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചാൽ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ വളരെ ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ഒക്കെ കടക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നമുക്കറിയാം, നമ്മുടെ മാർക്ക് എത്രയാണ്, 100 മാർക്കിലാണ് അല്ലെ. നമുക്ക് എക്സാം എത്ര മാർക്കാണ്, 100 മാർക്കിലാണ് ചോദിക്കുന്നത്. അതിൽ നമുക്കറിയാം 20 മാർക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, 20 മാർക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 80 മാർക്ക് എത്രയാണ്, 80 മാർക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മലയാളത്തിലാണ്. ഓക്കെ, അപ്പൊ 20 മാർക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഈ 20 മാർക്ക് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, ഏതൊക്കെ പോർഷൻസ് ആണ് ഉൾപ്പെടുന്നത്, ഏതൊക്കെയാണ്, പാർട്ട് 1 വന്നിട്ടുണ്ട്. മറ്റ് HSAക്കാരെ അപേക്ഷിച്ച് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പ്രത്യേകത എന്താ, ഈ പാർട്ട് 1 വന്നിരിക്കുന്ന ഈ റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, പിന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ, 15 മാർക്കിന് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ റിനൈസൻസ് ഫ്രീഡം മൂവ്മെന്റ് ഒക്കെ നമ്മുടെ സോഷ്യൽ സയൻസിൽ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അത് വേറെ പഠിക്കേണ്ട കാര്യമില്ല അല്ലെ, മറ്റ് സബ്ജക്റ്റുകാരെ അപേക്ഷിച്ചു. അപ്പൊ പാർട്ട് 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കിനാണ്, 15 മാർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ 5 മാർക്ക് പാർട്ട് 2 5 മാർക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്, 5 മാർക്ക് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ്. മെത്തഡോളജി ആണ് വന്നിരിക്കുന്നത്. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് എത്ര മാർക്കിന് വന്നിട്ടുണ്ട്, 5 മാർക്കിന് വന്നിട്ടുണ്ട്. ഈ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇതില് correlation with the other subject and life situation, aims, objectives and values of teaching, taxonomy of educational objectives, old, അതുപോലെ ഈ ടാക്സോണമി പറയുമ്പോൾ ഓൾഡും വരുന്നുണ്ട്, റിവേഴ്സ്ഡും വരുന്നുണ്ട്. റിവേഴ്സ്ഡ് ടാക്സോണമി ഉണ്ട്, ഓൾഡും ഉണ്ട്. ഓക്കെ, അതുപോലെ പെഡഗോഗിക് അനാലിസിസ്, നീഡ്, സിഗ്നിഫിക്കൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, അതുപോലെ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെക്കൻഡറി ലെവൽ, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അതുപോലെ തന്നെ അതില് ഇംപ്ലിക്കേഷൻ ഓഫ് പിയാഷെ വരുന്നുണ്ട്. പിയാഷെ, അത് പിന്നെ ഏതാ, ബ്രൂണർ, നമ്മുടെ ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, ഓസ്വെൽ, ഗാർണർ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മോട്ടിവേഷൻ, മാക്സിംസ് ഓഫ് ടീച്ചിങ്സ്, ഇതെല്ലാം എന്താണ് ഈ ഒരു 5 ആ ഒരു മാർക്കിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ്, പിന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസിങ് ഇൻസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് എത്ര മാർക്കിൽ ചോദിക്കുന്നത്, 5 മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമുക്ക് കഴിഞ്ഞ ആ ഒരു സിലബസിൽ എങ്ങനെയായിരുന്നു, ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു പ്രാവശ്യത്തെ സിലബസ് വന്നിട്ടില്ല നമുക്കറിയാം അല്ലെ, അത് നോട്ടിഫിക്കേഷന്റെ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ സിലബസ് വരുന്നത്. കഴിഞ്ഞ സിലബസിലൊക്കെ 20 മാർക്കില് 15 മാർക്ക് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ജനറൽ നോളജ്, പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നുള്ളത് നമുക്ക് 5 മാർക്ക് പാർട്ട് 2 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. അപ്പൊ ഇതെല്ലാം കൂടി കുറെ കാര്യങ്ങളുണ്ട്. NCF ഉണ്ട്, KCF ഉണ്ട്, ഇതെല്ലാം കൂടി എത്രയാണ്, 5 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രക്ഷണൽ റിസോഴ്സസ്, ലബോറട്ടറി, ലൈബ്രറി, ക്ലബ്ബ്, മ്യൂസിയം, വിഷ്വൽസ് ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസോഴ്സസ്, റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക്, എല്ലാം നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലെ. കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഡീപ്പായിട്ട് ഓരോ പോയിന്റ് വൈസ് പഠിക്കണം. കാരണം നമ്മുടെ HSA UPA അപേക്ഷിച്ച് HSAയുടെ പ്രത്യേകത എന്താ, HSA നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം അല്ലെ. UP ആണെങ്കിൽ കുറെ നിയമനമൊക്കെ നടക്കും, HSAക്ക് ഒരുപാട് നിയമനങ്ങളൊന്നും നടക്കില്ല. പക്ഷെ സാലറി സ്കെയിൽ UP അപേക്ഷിച്ച് എത്ര വ്യത്യാസമാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. നല്ല സാലറി സ്കെയിൽ ഉണ്ട്. നമുക്ക് ആ HSA കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ, നമ്മുടെ ആ ഒരു ലെവലേ മാറും അല്ലെ. അതുമല്ല UPക്ക് ആണെങ്കിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. സ്കൂളിൽ ചെന്ന് അതോ ജോലി കിട്ടിയാലും നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കണം. അതുപോലെ പഠിക്കുവാണെങ്കിലോ നമ്മൾ മാത്സും സയൻസും എല്ലാം പഠിക്കണം. നമ്മുടെ HSA ആണെങ്കിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചാൽ മതി,
നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓരോ ഭാഗങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് HSCയിൽ നല്ല റാങ്ക് വാങ്ങിച്ച് ജോലി കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധാ പഠിത്തമാണെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ 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 നല്ല രീതിയിൽ ഓരോ പോയിന്റും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സിലബസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ആഴത്തിൽ തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് സമയമുണ്ട്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അടുത്ത നമുക്ക് സിലബസ് വരുന്നത് എന്താണ്? പാർട്ട് 3 ആണ്. പാർട്ട് 3 എത്ര മാർക്കിനാണ്? 80 മാർക്കിന് വരുന്നുണ്ട് അല്ലെ. പാർട്ട് 3 80 മാർക്കിനാണ്. അതിലെ മൊഡ്യൂൾ 1 എന്താണ്? നമ്മുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. മൊഡ്യൂൾ 1 ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, പിന്നെ ഗ്രീസോ റോമൻ സിവിലൈസേഷൻ, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, മോഡേൺ റെവല്യൂഷൻസ്. ഇംഗ്ലീഷ് മോഡേൺ റെവല്യൂഷൻസിൽ എല്ലാം ഇല്ല, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മതി. പിന്നെ നമ്മുടെ വേൾഡ് വാർസ് ഉണ്ട്, ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് യുണൈറ്റഡ് നേഷൻസ്. ഇതെല്ലാം എന്താണ്? വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് എന്താണ്? മൊഡ്യൂൾ 2, അതും ഹിസ്റ്ററി ആണ്. അതിൽ നമ്മുടെ വേദിക് ഏജ് ഉണ്ട്, ജൈനിസം, ബുദ്ധിസം, ജൈനമതോ ബുദ്ധമതോ, പിന്നെ മൗര്യാസ്, ഗുപ്താസ്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മെഡീവൽ ഇന്ത്യ, സുൽത്താനേറ്റ്, മുഗൾ ആൻഡ് വിജയനഗര, പിന്നെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ്, അതില് ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇമ്പാക്ട് കൊളോണിയലിസം, പിന്നെ എമർജൻസ് ഓഫ് നാഷണലിസം, സ്ട്രഗിൾ ഫോർ ഫ്രീഡം, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി ഉണ്ട്, അതിൽ എന്താ പറയുന്നതിന് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ജൈനിസം ആൻഡ് ബുദ്ധിസം ഇൻ കേരള. അപ്പൊ സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററിയില് ജൈനിസം ആൻഡ് ബുദ്ധിസം ഓഫ് കേരള ഉണ്ട്. പിന്നെ കേരള ഇൻ ദ സംഗം ഏജ് ഉണ്ട് അല്ലെ. പെരുമാൾസ് ഓഫ് മഹോദയപുര, ഭക്തി മൂവ്മെന്റ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് പിന്നെ പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ, അത് നമ്മുടെ UP-യിലും ഉള്ളതായിരുന്നു അല്ലെ. അതെല്ലാം ഇതിൽ പഠിക്കാനുണ്ട്. പിന്നെ റിനൈസൻസ് ഇൻ കേരള, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നമ്മുടെ നവോത്ഥാനം, അത് നമ്മുടെ പോർഷനിലുണ്ട്. പിന്നെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ഐക്യ കേരള മൂവ്മെന്റ്, പിന്നെ ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. ഇതാണ് മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ മൊഡ്യൂൾ 3 നമുക്ക് ഏതാണ്? എക്കണോമിക് തിയറി ആണ് അല്ലെ. എക്കണോമിക് തിയറി, അതിലെ എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്, തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്. പിന്നെ കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ചസ് ഉണ്ട്. കാർഡിനലും ഓർഡിനൽ അപ്രോച്ചസും പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇത് എക്കണോമിക്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലെ. ഒരു ഡിഗ്രി ലെവൽ, ആ ഒരു ഡിഗ്രി ലെവലിൽ നിന്ന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ എക്കണോമിക്സ് പഠിക്കണം. അതിൽ കാരണം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഫങ്ഷൻസ്, നാഷണൽ ഇൻകം കോൺസെപ്റ്റ്, സെക്ടറൽ കമ്പാരിസൺ ഓഫ് GDP, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് സെൻട്രൽ ബാങ്ക്, റോൾ ആൻഡ് ഫങ്ഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സിമ്പിൾ കൊറലേഷൻ ഇൻ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ +2 മുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ലെവലൊക്കെ തന്നെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പോർഷൻസ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൊഡ്യൂൾ 4 എന്താ പഠിക്കാനുള്ളത്? ഇന്ത്യൻ ഇക്കോണമി, ഡെവലപ്മെന്റ് ഓഫ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള ഇക്കോണമി ആണ്. മൊഡ്യൂൾ 4 ഇന്ത്യൻ ഇക്കോണമി, ഡെവലപ്മെന്റ് ഇക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള ഇക്കോണമി. അതില് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഇക്കോണമി, അതില് എക്കണോമിക് പ്ലാനിങ് വരുന്നുണ്ട് അല്ലെ. പിന്നെ 5 year പ്ലാൻസ് ഇൻ ഇന്ത്യ വരുന്നുണ്ട്. മേജർ ഡെവലപ്മെന്റ് ഇഷ്യൂസിൽ പോവർട്ടി, ഇനിക്വാളിറ്റി, അൺഎംപ്ലോയ്മെന്റ്, പിന്നെന്താണ് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതിൽ എന്ത് വരുന്നുണ്ട്? മെഷർമെന്റ് ഓഫ് ഡെവലപ്മെന്റ്, PQLI, HDI, പിന്നെ കോൺസെപ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ് ഡെവലപ്മെന്റ്, എക്സ്പീരിയൻസ് ഓഫ് കേരള, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജെൻഡർ ഇഷ്യൂസ്, മൈഗ്രേഷൻ ആൻഡ് അർബനൈസേഷൻ. ഇതെല്ലാം ഏതാണ്? നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഇക്കോണമി ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഒരു +2 മുതൽ ഡിഗ്രി ലെവൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. എന്നാലേ എക്കണോമിക്സിൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് സ്ട്രാറ്റജി ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പോർഷന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അതുപോലെ മൊഡ്യൂൾ 5 എന്താണ്?
മീനിങ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പിന്നെ മേജർ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, സോവർണിറ്റി, പിന്നെ പൊളിറ്റിക്കൽ കൾച്ചർ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, പിന്നെ ഫെഡറലിസം, റൂൾ ഓഫ് ലോ, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്, ഡെമോക്രസി, മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്, അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി, പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റംസ്, പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, വർക്കിംഗ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, ഇതെല്ലാം എന്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്? മൊഡ്യൂള് 5 പഠിക്കേണ്ടതാണ്. അതും നമ്മൾ +2 ഡിഗ്രി ലെവലൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഏതാണ്? അതില് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ, പിന്നെ ഡിപ്ലോമസി, ഫോറിൻ പോളിസി, പിന്നെ കളക്ടിവിസം, സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ബ്യൂറോക്രസി, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, പിന്നെ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. അതിൽ തന്നെ തിങ്കേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് തിങ്കേഴ്സിനെയൊക്കെ, പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ പ്ലേറ്റോ ഉണ്ട്, ജെയ്സ് മില്ല്, അരിസ്റ്റോട്ടിൽ, റൂസോ, മാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്താ, അങ്ങനെയുള്ള തിങ്കേഴ്സ് ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സാധാ ഒരു PSC എക്സാമിന് വേണ്ടി പഠിക്കുന്ന പോലെ നമ്മൾ ഈ ഒരു ഇതിന്റെ എക്കണോമിക്സും HSCയുടെ എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ഫിസിക്കൽ ജോഗ്രഫി ആണ്. അല്ലെ സോളാർ സിസ്റ്റം, ലാറ്റിറ്റ്യൂഡ്സ്, ലോങ്റ്റിറ്റ്യൂഡ്സ്, ടൈം, സീസൺ, മാത്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച്, ഓഷ്യൻസിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ കറന്റ് ടൈഡ്സ്, കറന്റ് വിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാണ്ട്. ഫിസിക്കൽ ജോഗ്രഫി നല്ല രീതിയിൽ തന്നെ പഠിക്കണം അല്ലെ. പിന്നെ അടുത്തത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി ആണ് അടുത്ത ഭാഗത്ത്. അതിലെ നമുക്ക് പോപ്പുലേഷൻ, വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഗ്രോത്ത്, മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്സ്, പിന്നെന്താ റൂറൽ ആൻഡ് അർബൻ ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദ വേൾഡ്, പിന്നെ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദ വേൾഡ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അയൺ ഓർ ആൻഡ് കോൾ ഇൻ ദ വേൾഡ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ് ആ ഭാഗത്ത് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലൈമറ്റ്, സോയിൽസ്, ഫോറസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈസ്, വീറ്റ്, കോട്ടൺ ആൻഡ് ഷുഗർ കെയിൻ ഇൻ ഇന്ത്യ, പിന്നെ ഇറിഗേഷൻ ആൻഡ് മൾട്ടി പർപ്പസ് പ്രോജക്ട് ഓഫ് ഇന്ത്യ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ഓർ കോൾ, അങ്ങനെ ബോക്സൈറ്റ്, മൈക്ക, പെട്രോളിയം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു സിലബസ്. ആ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ, അത്യാവശ്യമല്ല വളരെ ഡീപ്പായിട്ട് തന്നെ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജോലി കിട്ടില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ആവറേജ് പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കിടക്കുമെന്നല്ലാതെ നല്ല ഡീപ്പായിട്ട് ഇപ്പോഴേ തന്നെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജോലി പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിയമന നിലയൊക്കെ ഒരുപാട് നിയമന നിലയൊന്നും ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു നിയമന നിലയിലൊക്കെ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക? പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. മടി പിടിച്ചിരിക്കാതെ ഇപ്പോൾ തന്നെ എല്ലാവരും പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ HST സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. ഇതിന് പുറമെ എന്താണ്, നമ്മൾ ഇതിന്റെ എല്ലാം PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് പുറമെ എന്താണ്, നമ്മൾ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠന സംബന്ധമായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എങ്ങനെ ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ആരോട് ചോദിക്കാം? ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്ററോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? HST സോഷ്യൽ സയൻസിന് വേണ്ടി ജോയിൻ ചെയ്യുക. ഇപ്പൊ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം? 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 8589083568. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് റാങ്കുകൾ കിട്ടിയതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ. HST സോഷ്യൽ സയൻസിന് ഉൾപ്പെടെ ബാക്കി എല്ലാ HSTക്കും
എന്താണ് ഒരുപാട് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഉൾപ്പെടെ കുറേ റാങ്കുകളൊക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനാണ് കിട്ടിയത്. അതുപോലുള്ള ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി പ്ലാനും ഒക്കെ ആയിരുന്നു ഇവിടെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, എല്ലാവരും ഇതൊക്കെ നമ്മുടെ HSA റാങ്ക് ഹോൾഡേഴ്സിന്റെ ആ ഒരു ലിസ്റ്റ് ആണ്, നമ്മുടെ ഈ ഇത്രയും ജില്ലകളിൽ ഉള്ള HST റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങളും ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ജോലി പ്രവേശിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.